അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശക്തിയായ വനിത, ഒരു നീന്തൽ വിദഗ്ധ, കാറ്റലീന ദ്വീപ് മുതൽ കാലിഫോർണിയ വരെ നീന്തി റെക്കോർഡിടുവാൻ തീരുമാനിച്ചു. താൻ നീന്തി കടക്കുവാൻ ആഗ്രഹിച്ച ദിവസം അനേകം മാധ്യമങ്ങൾ അവിടെ എത്തി, വലിയ ജനക്കൂട്ടം അവിടെ എത്തി. എന്നാൽ ശക്തമായ മൂടൽമഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. അവർ തന്റെ നീന്തൽ ആരംഭിച്ചു. കുറെ മുന്നോട്ട് പോയി, പക്ഷെ മുന്നോട്ട് നീങ്ങുവാൻ തനിക്ക് കഴിഞ്ഞില്ല. തിരികെ വന്ന് തന്നെ കാത്തിരുന്ന മാധ്യമങ്ങളെ നോക്കിക്കൊണ്ട്, സോറി, എനിക്ക് നീന്തുവാൻ കഴിയുന്നില്ല, ശക്തമായ മൂടൽമഞ്ഞ് അക്കരെ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ചില നാളുകൾക്ക് ശേഷം അവർ തന്റെ ശ്രമം വീണ്ടും ആവർത്തിക്കുവാൻ തീരുമാനിച്ചു. തീയതി തീരുമാനിച്ചു. എല്ലാ മാധ്യമങ്ങളും അവിടെ എത്തി, വലിയ ജനക്കൂട്ടം അവിടെ എത്തി. എന്നാൽ ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ അധികമായ മൂടൽമഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. സാഹചര്യം കൂടുതൽ കഠിനമായി. എന്നാൽ തന്റെ യാത്ര തുടങ്ങി. താൻ നീന്തി കാലിഫോർണിയയിലെത്തി. അനേകം മാധ്യമങ്ങൾ അവരുടെ അരികിൽ വന്നിട്ട് ഇപ്രകാരം ചോദിച്ചു, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ അധികമായ മൂടൽമഞ്ഞുണ്ടായിരുന്നു, തടസ്സമുണ്ടായിരുന്നു, എന്നിട്ടും നിങ്ങൾക്കെങ്ങനെ നീന്തിക്കിടക്കുവാൻ കഴിഞ്ഞു? ആ ശക്തിയായി വനിത പറഞ്ഞ മറുപടി ഏറ്റവും ശ്രദ്ധേയമാണ്. വലിയ മൂടൽമഞ്ഞ് തടസ്സമായിട്ടുണ്ടായിരുന്നു, എങ്കിലും ആ മൂടൽമഞ്ഞിനപ്പുറം ഒരു കാലിഫോർണിയ ഉണ്ട് എന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു. ആ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയി. കാർമേഘത്തിന്റെ ഉള്ളിലും മിന്നുന്ന സൂര്യശോഭ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തന്ന വാഗ്ദത്തങ്ങൾക്ക് നേരെ വിപരീതമായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ജീവിതം കടന്നു പോകുന്നത്. പക്ഷേ ദൈവം ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് തന്നെ അവൻ തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ശക്തനാണ്.